Hello everyone, I am Buddha, originally named Siddhartha Gautama. I was born in the peaceful region of Lumbini, near Kapilavastu in Nepal. Here, beneath the expansive branches of a grand tree, I sit in deep meditation upon a radiant lotus blossom, draped in golden robes that shimmer with the light of awakening. It was at Bodh Gaya in Bihar where I attained profound enlightenment, a moment marked by a glowing halo that surrounds my head, symbolizing spiritual awakening. In this brief reflection, I invite you to embrace tranquility and the path to inner peace. ബുദ്ധ ടീച്ചിങ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ വെരി സിമ്പിൾ ഫോർ ദ കോമൺ മാൻ. അതായത് ബുദ്ധയുടെ ടീച്ചിങ്സും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മാൻ, അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആയിക്കോട്ടെ, അതെല്ലാം അദ്ദേഹം സിമ്പിൾ ലാംഗ്വേജിൽ വെച്ച് യൂസ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് സംഭവങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഹി റിജക്റ്റഡ് ദി കാസ്റ്റ് സിസ്റ്റം, വേദ, സാക്രിഫൈസസ്. ഇതൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നത്, കാസ്റ്റിനൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇൻഈക്വാലിറ്റീസ് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും. പിന്നെ ഹി വാസ് അഗെയിൻസ്റ്റ് സാക്രിഫൈസസ്, അതായത് ആ കാലഘട്ടത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ജനങ്ങൾ കൊടുത്തിരുന്നത് അഗ്രികൾച്ചറിനാണ്. അപ്പോൾ ഇവർ അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആനിമൽസ്. അപ്പോൾ ഇവർ ഈ യാഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെ ഒക്കെ, ഈ ആനിമൽസിനൊക്കെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് അവർ അഗ്രികൾച്ചറിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് അഹിംസയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ആ കാലഘട്ടത്തിൽ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കാറ്റിലായിരുന്നു. കാരണം ഈ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടാണ് അവരവരെ അഗ്രികൾച്ചർ, ആ ഭൂമിയെ സഹായിക്കുവാനും അഗ്രികൾച്ചറിനെ സഹായിക്കാനും കാറ്റിൽസ്, ആനിമൽസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സാക്രിഫൈസസിനെ എതിർത്തത്. ബുദ്ധ സ്പ്രെഡ് ഹിസ് ലാംഗ്വേജ്, ഹിസ് ടീച്ചിങ്സ്, പ്രിൻസിപ്പിൾസ്, ബുദ്ധ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മാൻസ്, അതായത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാലി എന്നത്, പാലി എന്ന് പറയുന്നത് അവരൊരു ലാംഗ്വേജ് ആണ്. അത് കോമൺ മെൻസ്, സാധാരണ ജനങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസും പ്രിൻസിപ്പിൾസും ടീച്ചിങ്സും ഒക്കെ നമ്മൾ പാലിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജനങ്ങൾക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും അവരെ സഹായിച്ചിരുന്നു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് എന്ത്, ബുദ്ധാസ് പ്രിൻസിപ്പിൾസ്. അതായത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ബുദ്ധാസ് പ്രിൻസിപ്പിൾ, ഇൻ വിച്ച് വി ക്യാൻ സീ ദാറ്റ് ദർ ആർ 4 ടൈപ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് among them, in which നമുക്ക് 4 തരത്തിൽ നമ്മുടെ ബുദ്ധയുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെയാണ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോഴ്സ്. സെക്കൻഡ് വൺ, ഡിസയർ ഈസ് എ കോസസ് ഓഫ് സോഴ്സ്. മൂന്നാമത്തെ, ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയ്ഡ് സോൾ വിൽ ഡിസപ്പിയർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടു അച്ചീവ് ദിസ് ദ 8-fold പാത്ത് ഷുഡ് ബി ഫോളോഡ്. ഇതാണ് നമ്മുടെ ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യത്തെയാണ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോഴ്സ്. ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം പറയാണ് ജീവിതം മുഴുവനും ദുഃഖം നിറഞ്ഞതാണ് എന്നാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് എന്ത്, ഡിസയർ ഈസ് എ കോസസ് ഓഫ് സോഴ്സ്. അതായത് ഈ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഈ ദുഃഖത്തിനൊക്കെ കാരണം എന്നാണ് ബുദ്ധയുടെ പ്രിൻസിപ്പിൾ രണ്ടാമതായിട്ട് പറയുന്നത്. ബുദ്ധ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിളാണ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോഴ്സ്. രണ്ടാമത്തെയാണ്, അതായത് ജീവിതം മുഴുവൻ ദുഃഖമാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയർ ഈസ് എ കോസസ് ഫോർ ദി സോഴ്സ്. നമ്മുടെ ആഗ്രഹങ്ങളാണ് ഈ ദുഃഖത്തിനൊക്കെ കാരണം എന്നാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. മൂന്നാമത്തെ പറയാണ് ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയ്ഡ് സോ വിൽ ഡിസപ്പിയർ. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതം മുഴുവൻ ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകും എന്നൊരു കോൺസെപ്റ്റ് പ്രിൻസിപ്പിളാണ് നമ്മുടെ ബുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈഫ് ഈസ് ഫുൾ ഓഫ് സോഴ്സ്, ജീവിതം മുഴുവൻ ദുഃഖമാണ്. ഈ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണം. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾ. ഇനി അവസാനത്തെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ അവസാനത്തെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്, ടു അച്ചീവ് ദിസ്
ദ 8-fold പാത്ത് ഷുഡ് ബി ഫോളോഡ്. അതായത് ഇതൊക്കെ പാലിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം, നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? 8-fold പാത്ത്, അതായത് അഷ്ടാംഗ മാർഗങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മീനിങ് ഉണ്ടാവും. മീനിങ് വേയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് അപ്പോൾ നമ്മൾ ഈ 8-fold പാത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ദുഃഖങ്ങളൊക്കെ മാറുള്ളൂ. ഈ ദുഃഖം മാറാനുള്ള കാരണമാണ് എന്ത്? ഡിസയർ ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ മാറും. ഈ ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 8-fold പാത്ത് ഫോളോ ചെയ്യണം. ഇതാണ് ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ അഷ്ടാംഗ മാർഗ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധയുടെ പ്രിൻസിപ്പിളിൽ നമ്മൾ പറഞ്ഞു എന്ത്? നമ്മുടെ ജീവിതം ഫുൾ ഓഫ് സോഴ്സാണ്. ഈ സോഴ്സിന് കാരണം ഡിസയറാണ്. ആ ഡിസയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 8-fold പാത്ത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ അഷ്ടാംഗ മാർഗ അല്ലെങ്കിൽ 8-fold പാത്ത് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് റൈറ്റ് വിഷൻ, രണ്ടാമത്തെ റൈറ്റ് ഇൻറ്റൻഷൻ, മൂന്നാമത്തെ റൈറ്റ് സ്പീച്ച്, നാലാമത്തെ റൈറ്റ് ആക്ഷൻ, അഞ്ചാമത്തെ റൈറ്റ് ലൈവ്ലിഹുഡ്, ആറാമത്തെ റൈറ്റ് എഫേർട്ട്, ഏഴാമത്തെ റൈറ്റ് അവെയർനെസ്, എട്ടാമത്തെ റൈറ്റ് മെഡിറ്റേഷൻ. ഇതൊക്കെയാണ് എന്ത്? അഷ്ടാംഗ മാർഗം. മാർഗം എന്ന് പറയുന്നത് 8 ഉണ്ട് അഷ്ടാംഗ. ഇത് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് 8-fold പാത്ത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് ശരിയായ വിഷൻ, കാഴ്ചയും ശരിയായ കാഴ്ചപ്പാടുകളും ശരിയായ വർത്തമാനവും ആക്ഷനും ലൈവ്ലിഹുഡും എഫേർട്ടും അവെയർനൊക്കെ സ്വന്തമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആളുടെ ലൈഫ് ഒരു മീനിങ് സക്സസ് ആയിരിക്കും. നമ്മുടെ ലൈഫിൽ അധികം സോഴ്സും ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് എന്തായിരുന്നു? ബുദ്ധിസത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കി, അഷ്ടാംഗ മാർഗ്ഗങ്ങൾ നോക്കി, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് സ്തൂപം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Stupa are built on the site where the physical remains of Buddha or object used by Buddha were buried. അതായത് നമ്മൾ സ്തൂപം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. ഫിസിക്കൽ റിമൈനിങ് ഓഫ് ബുദ്ധ, അതായത് ബുദ്ധ ഉപയോഗിച്ച വസ്തുക്കളോ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളോ അതൊക്കെ വെച്ച് അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡിംഗ് പോലെ പണിയും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തൂപാസം. ഈ സ്തൂപ എന്ന് പറയുമ്പോൾ സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും, ഒരു കേർവി ഷേപ്പിലായിരിക്കും, സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും നമുക്ക് സ്തൂപങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ദ റിച്ച് ഇൻ കാർവിങ്, അതായത് കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഈ സ്തൂപങ്ങൾ. പിന്നെ സാഞ്ചി, സാമ്രാജ് സ്തൂപമൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്തൂപാസാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്തൂപം എന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ബുദ്ധയുടെ ഫിസിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റിമൈനിങ് വെച്ചിട്ട് നമ്മളൊരു ബിൽഡിംഗ് പണിയാണ്. അതൊരു സെമി സർക്കിളിൽ പണിയുകയാണ്. അതിനാണ് വിളിക്കുന്നത് സ്തൂപ. അപ്പോൾ നമ്മൾ സ്തൂപ എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ബുദ്ധയുടെ ഫിസിക്കൽ റിമൈനിങ്സ് ബറിയിൽ ചെയ്ത സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തൂപാസം. ഇത് സ്തൂപയുടെ സാഞ്ചിയിലത്തെ സ്തൂപയാണ് കാണിച്ചൊരു ഇമേജാണിത്. ഇത് നമ്മുടെ 200 രൂപ നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ സാഞ്ചിയിൽ സ്തൂപയുടെ റിമൈനിങ്സ് വെച്ച് അവർ ബിൽഡ് ചെയ്ത ഒരു മോണ്യുമെൻ്റാണ് സ്തൂപ. ഇത്ര നേരം നമ്മൾ നോക്കി ബുദ്ധിസം എന്നൊരു കോൺസെപ്റ്റ് നോക്കി, ബുദ്ധയുടെ പ്രിൻസിപ്പിൾ നോക്കി, ഫീച്ചേഴ്സ് നോക്കി, അഷ്ടാംഗ മാർഗം എന്താണെന്ന് നോക്കി, പിന്നെ സ്തൂപം നോക്കി, ബുദ്ധയുടെ റിമൈനിങ്സ് വെച്ചൊരു ഒരു സെമി സർക്കിൾ ഷേപ്പിൽ ബിൽഡ് ചെയ്യുന്ന ബിൽഡിങ്സിന് കണ്ടു. പിന്നെ സാഞ്ചിയിലത്തെ സ്തൂപങ്ങൾ കണ്ടു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 മാർഗ്ഗങ്ങൾ, 8-fold പാത്ത് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റൈറ്റ് വിഷൻ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മെഡിറ്റേഷൻ, റൈറ്റ് അവെയർനെസ്. ഇതൊക്കെ നമ്മൾ അഷ്ടാംഗ മാർഗ്ഗത്തിൽ നോക്കിക്കഴിഞ്ഞു. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് അഷ്ടാംഗ മാർഗ്ഗം. നെക്സ്റ്റ് ആണ് സ്തൂപ. സ്തൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധയുടെ ഫിസിക്കൽ റിമൈനിങ്സ് വെച്ചിട്ട് ഒരു ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തൂപംസ്. ഈ സ്തൂപംസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നത്? അത് റിച്ച് ഇൻ കാർവേറ്റ്, അതായത് കൊത്തുപണികളാൽ നിറഞ്ഞതാണ് നമ്മുടെ സ്തൂപങ്ങൾ നമുക്ക് കാണാൻ